ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലെൻസ് എന്ന് പറയുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പറയാം. അതിൽ നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യണം എന്നുള്ളത് മിററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് പഠിക്കാനുണ്ട്, ഇമേജ് ഫോർമേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസും ആ ഇമേജ് ഫോർമേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, നമ്മ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കണേക്കാട്ടി മുന്നേ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ലെൻസ് ഇക്വേഷൻ. ലെൻസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/f is equal to 1/v minus 1/u. ഓക്കെ, നമ്മ ലെൻസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എക്സാമിൽ ലെൻസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ലെൻസ് ഇക്വേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 1/f is equal to 1/v minus 1/u. ഓക്കെ, ഇനി എന്താണ് എഫ്, എന്താണ് വി, എന്താണ് യു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നത്. എഫ് എന്ന് പറയാൻ നേരത്ത് ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫോക്കൽ ലെങ്ത് എന്താണെന്നൊക്കെ കാര്യങ്ങൾ അറിയാം. എഫ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത്, യു എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ദി ലെൻസ്. അല്ലെ, ലെൻസിന്റെയും ഒബ്ജക്റ്റിന്റെയും ഡിസ്റ്റൻസ് ആണെന്ന് പറയണം യു എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. വി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ ലെൻസ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനോ നമുക്ക് എന്താ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എഫ് ഈസ് ഈക്വൽ ടു യു വി ഇൻറ്റു ഡിവൈഡഡ് ബൈ യു മൈനസ് വി എന്ന് പറഞ്ഞ ഇക്വേഷൻസോ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ എക്സാമിന് ലെൻസ് ഇക്വേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി വളരെ പ്രധാനമായിട്ട് എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യങ്ങൾ വരാൻ നേരത്തെ മെയിൻലി ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ഭൂരിഭാഗം കുട്ടികളും തെറ്റാക്കി വെക്കുന്ന ഒരു സെഷൻ ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സൈൻ കൺവേർഷൻ, അല്ലെങ്കിൽ സൈൻസ് എങ്ങനെയാണ് നമ്മൾ യുവിന്റെ സൈൻ എങ്ങനെയാണ് എടുക്കുന്നത്, വിന്റെ സൈൻ എങ്ങനെയാണ്, ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം SSLCക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 4 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും വരും. അതൊരു പ്രോബ്ലമാറ്റിക് ചോദ്യങ്ങളാവാനായിരിക്കും കൂടുതൽ ചാൻസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സൈൻ കൺവേർഷൻ ആണ്. ഓക്കെ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ. അതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് പറയാൻ നേരത്ത് നമ്മ ഓൾറെഡി ഇത് ഇപ്പം ഈ ഒരു ഫിഗർ നോക്കാം. ഞാൻ ഒരു കുരിശ് പോലെ വരക്കണേ. ഓക്കെ, ആ കുരിശിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലെ ടോപ്പ് ഭാഗം എന്ന് പറയാൻ നേരത്ത് പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും തന്നെയായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വരക്കാൻ നേരത്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ എല്ലാതും തന്നെയായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വരക്കുമ്പോൾ പോസിറ്റീവ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ നേരത്തെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൂടാതെ തന്നെ നമ്മളെ മുകളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, പോസിറ്റീവ്. താഴേക്ക് വരുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പം ടോപ്പിലേക്ക് പോകുമ്പോൾ പോസിറ്റീവും, താഴേക്ക് വരുമ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഇതിൽ ഓൾറെഡി കൊടുത്താണ് ഡിസ്റ്റൻസ് ടുവേർഡ് ദ റൈറ്റ്. അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ എടുക്കുന്നത് എല്ലാ യു ആയിക്കോട്ടെ, വി ആയിക്കോട്ടെ, എഫ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ റൈറ്റ് സൈഡിലേക്കാണ് എടുക്കുന്നെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുക്കുന്നെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ടോപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ടോപ്പിലേക്ക് പോകാൻ നേരത്ത് പോസിറ്റീവും, താഴേക്ക് വരാൻ നേരത്ത് എന്തായിരിക്കും, നെഗറ്റീവും ആയിരിക്കും. ഓക്കെ ആണോ? ഇത് വളരെ സിമ്പിൾ ലോജിക്ക്. അത് ഏത് ലെൻസ് ആണെങ്കിലും, കോൺകേവ് ആയിക്കോട്ടെ, കോൺവെക്സ് ആയിക്കോട്ടെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് പറ്റും. യു ആയിക്കോട്ടെ, വി ആയിക്കോട്ടെ, എഫ് എന്നുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺവേർഷൻ, ഈ സൈൻ കൺവേർഷൻ ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം അറിയാൻ പറ്റും. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും തമ്മിലുള്ള റേഷ്യോ, അവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ 2 ഇക്വേഷൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. M is equal to U by V by U, അതുപോലെ തന്നെ HI/HO എന്ന് പറയുന്ന ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളും അതുകൂടാതെ തന്നെ നിങ്ങൾ ഓൾറെഡി വരച്ച് പഠിക്കാം.
ഓരോ ഇമേജ് ഫോർമേഷൻ ഇൻഫിനിറ്റി, ബിയോണ്ട് 2f, അറ്റ് 2f, ബിറ്റ്വീൻ f ആൻഡ് 2f, അറ്റ് f, ബിറ്റ്വീൻ ലെൻസ് ആൻഡ് f എന്ന് പറയുന്ന ഇമേജ് ഒബ്ജക്റ്റ് എവിടേക്കാണോ വെക്കുന്നത് അതിന്റെ ഫോർമേഷൻ, ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യണത്, റിയൽ ആണോ ഇൻവേർട്ടഡ് ആണോ വെർച്വൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് വരച്ച് തന്നെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ ഓൾറെഡി അതിന്റെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അടുത്തടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് ലെൻസ്. നിങ്ങൾ എല്ലാ ചോദ്യം, ഏത് ചോദ്യം ആയിക്കോട്ടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് ചോദ്യം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഏത് ലെൻസ് ആണെന്നുള്ളത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ക്ലാരിറ്റി വരുത്താം. അത് എന്ത് പ്രോബ്ലംസ് ആയിക്കോട്ടെ, നമുക്ക് ലെൻസ് ഏതാന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ദ റേഡിയസ് ഓഫ് ദ കർവേച്ചർ ഓഫ് കോൺവെക്സ് ലെൻസ് ഈസ് 24 സെന്റിമീറ്റർ അല്ലെ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ, ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയും, റേഡിയസ് എന്ന് പറയും. ശരിയല്ലേ? സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും, റേഡിയസ് എന്ന് പറയും. അപ്പൊ ഒരു കർവേച്ചർ എന്ന് പറയുമ്പോൾ ഒരു കേർവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യമാണ്. അപ്പൊ കർവേച്ചറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ പകുതി എടുക്കണേ. ഓക്കെ, ഈ ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. കർവേച്ചറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര തന്നിക്കുന്നത്, 24 സെന്റിമീറ്റർ. 24 സെന്റിമീറ്റർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം, സെന്ററിൽ നിന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം, ലെൻസിന്റെ അവിടെ നിന്ന് ഡിസ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് 24 സെന്റിമീറ്റർ. നമുക്ക് അതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറയുന്നത്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ ഒന്നും വേണമെന്നില്ല, പക്ഷെ എന്നാലും എഫ് ഈസ് ഈക്വൽ ടു r/2. എഫ് ഈസ് ഈക്വൽ ടു r/2. അതായത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണോ, റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണോ അതിന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുക. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണോ അതിന്റെ പകുതിയാണെന്ന് പറയാം ഫോക്കൽ ലെങ്ത്. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് എന്തെന്നുണ്ട്, എഫ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ എന്നിട്ട് 24 സെന്റിമീറ്റർ അല്ലെ. 24 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2. ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ 24 ഡിവൈഡ് ചെയ്യാൻ നേരത്ത് എത്ര വരും, 12 സെന്റിമീറ്റർ. എത്ര വരും, 12 സെന്റിമീറ്റർ വരും. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 12 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്, അതിന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയാൻ നേരത്ത്. ക്ലിയർ ആയ? ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണോ, ഇപ്പൊ 30 ആയിക്കോട്ടെ, 30 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കും, 15 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന് പകുതിയാണെന്ന് പറയണം ഫോക്കൽ ലെങ്ത് എന്ന് പറയാൻ നേരത്ത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഓൾറെഡി ഒരു ഇമേജ് ഫോർമേജ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ആ ക്വസ്റ്റ്യനിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞേക്കണം. കംപ്ലീറ്റ് ചെയ്യാന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഒന്ന് വരക്കണം. ഇത് വരക്കാനായിട്ട് ഇതിൽ ഓൾറെഡി തന്നിരിക്കുന്ന ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആ ഇമേജ് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് അത് വരക്കണ്ടെന്ന് പറയാം. ഇപ്പൊ ഈ താഴെയല്ല വരേണ്ടത്, നമുക്ക് ഇതൊന്നും കൂടി എന്താ റീഡ്രോ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ F, 2F, സെന്റർ, ലെൻസ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഏത് ലെൻസ് ആണ് ഇത്, കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കോൺവെക്സ് ലെൻസ് ആണ്. സോ നമുക്ക് ഇമേജ് കിട്ടേണ്ടത് ബിയോണ്ട് 2F ആണ്. ഇമേജ് കിട്ടേണ്ടത് ബിയോണ്ട് 2F ആണ്. അതായത് 2Fന്റെ പുറകിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, ഇമേജ് കിട്ടേണ്ടത്. അപ്പൊ ഒബ്ജക്റ്റ് വെക്കേണ്ടത് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം, ബിറ്റ്വീൻ 2F ആൻഡ് എഫിന്റെയും 2Fന്റെയും ഇടയിലായിട്ട് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് വെക്കാം. എഫിന്റെയും 2Fന്റെയും ഇടയിലായിട്ട് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി ഞാൻ അതിനെന്ത് ചെയ്യണം, പാരലായിട്ട് നമ്മൾ പഠിച്ചതാണ് ഇമേജ് എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളത് കാര്യങ്ങൾ. പാരലായിട്ട് എന്ത് ചെയ്യാം, ഒരു ലൈറ്റ് റേ വരക്കാം. ഓക്കെ, ഞാൻ അപ്പൊ അതിന് നേരെ പാരലായിട്ട് എന്ത് ചെയ്യാം, ഒരു ലൈറ്റ് റേ വരക്കണം. ഓക്കെ ആണോ? എന്നിട്ട് അത് ഏതിൽ കൂടെ പോകേണ്ടത്, ഫോക്കസിൽ കൂടെ പോവാം. ഏതിൽ കൂടെ പോകണം, ഫോക്കസിൽ കൂടെ പോകണം അല്ലെ. പാരലായിട്ട് വന്ന ലൈറ്റ് റേ ഏതിൽ കൂടെ തന്നെ പോകുള്ളൂ, ഫോക്കസിൽ കൂടെ പോകുള്ളൂ. നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാരലായിട്ട് വന്ന റേ ഫോക്കസിൽ കൂടെ പോകും. ഫോക്കസിൽ കൂടെ പോകുന്ന ലൈറ്റ് റേ ഫോക്കസിൽ കൂടെ തന്നെ എന്ത് കടന്നു പോകും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് പാരലായിട്ട് വരച്ച് എന്തിൽ കൂടെ പോയി, ഫോക്കസിൽ കൂടെ പോയി. ഇനി സെന്ററിൽ കൂടെ പോകാൻ നേരത്ത് നമുക്ക് എവിടെ വരും, സെന്ററിൽ കൂടെ പോകുമ്പോൾ സാർ ഒന്നും കൂടി വരക്കണം. സ്ട്രൈറ്റ് വരച്ചു, നമ്മൾ എന്ത് ഫോക്കസിൽ കൂടെ പോയി. പിന്നെ നമുക്ക് ലെൻസിന്റെ സെന്ററിൽ കൂടെ പോകാൻ നേരത്ത് നമുക്ക് എവിടെ, നിങ്ങൾ കറക്റ്റായിട്ട് വരക്കണം കേട്ടോ.
ഓക്കെ, അപ്പൊ ഇമേജ് കിട്ടേണ്ടത് എവിടെയാണ്? ബിയോണ്ട് 2f ആണ്. ഇമേജ് കിട്ടേണ്ടത് എവിടെയാണ്? ബിയോണ്ട് 2f. അതായത് ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് എന്ത് കിട്ടണം? ഇമേജ് കിട്ടണം. ഇമേജ് വരക്കണം. ഇമേജ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? വരക്കേണ്ടതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇമേജ് ഫോക്കസിൽ കൂടെ കിടക്കുക, അതുപോലെ തന്നെ ലെൻസിന്റെ സെന്ററിൽ കൂടെയും കൊടുത്തിട്ട് ഇമേജ് ഇവിടെ ഫോം ചെയ്തു എന്നുള്ള കാര്യം എന്തേ കാണിക്കാം. ഓക്കെയാണ്. അപ്പൊ നമുക്ക് എന്ത് ഇതിന്റെ പെക്യുലാരിറ്റി ജസ്റ്റ് ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്ക് എന്ത് ഇത് റിയൽ ഇമേജ് ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. റിയൽ ഇമേജ് എന്ന് പറയാൻ നേരത്ത് ഒബ്ജക്റ്റ് എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്. ഒബ്ജക്റ്റ് എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇമേജ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതെന്ന് പറയാൻ നേരത്ത് തലകുത്തനെയാണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് പറയാം. ഓക്കെ ആണോ? ഇനി ഒബ്ജക്റ്റ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ വെച്ചേക്കണത് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയാൻ നേരത്ത് ബിയോണ്ട് 2f. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലോജിക്കിൽ വേറൊരു കാര്യം പറയാം. അപ്പൊ നമ്മൾ ബിയോണ്ട് 2f വെക്കണമെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് കൊണ്ടുപോയിട്ട് ബിയോണ്ട് 2f വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും ബിറ്റ്വീൻ എഫ് ആൻഡ് 2f കിട്ടും. മനസ്സിലായി? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അറ്റ് 2f വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അറ്റ് 2f വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ അറ്റ് 2f തന്നെ കിട്ടും. ഓക്കെ ആണോ? ബിയോണ്ട് 2f വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f കിട്ടും. ബിറ്റ്വീൻ എഫ് ആൻഡ് 2f വെച്ചിട്ടുണ്ടെങ്കിൽ ബിയോണ്ട് 2f കിട്ടും. ക്ലിയർ ആയ? വളരെ ലോജിക്കൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അറ്റ് എഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി കിട്ടും. ഇൻഫിനിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എഫിൽ ഇമേജ് കിട്ടും. ക്ലിയർ ആയ? നമുക്ക് റിലേറ്റ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് ആവുമ്പോൾ ഒരു പ്രോബ്ലം ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്താ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെന്നാണെങ്കിൽ ഇവിടെ സൈഡിൽ എന്ത് ചെയ്യാം, അത് അതിന്റെ സയൻസ് എന്താ പെട്ടെന്ന് വരച്ചു നോക്കി ഏത് ലെൻസാന്നുള്ള കാര്യം എന്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റുഡൻറ് മെഷേർഡ് ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആസ് -60 സെന്റിമീറ്റർ. ഒരു സ്റ്റുഡൻറ് അതിന്റെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -60 സെന്റിമീറ്റർ ആണ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ദ ഇമേജ് ഡിസ്റ്റൻസ് ഈസ് 20 സെന്റിമീറ്റർ. അതായത് 20 സെന്റിമീറ്റർ ആണെന്ന് പറയണം ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് എന്തിരിക്കണം പറയുന്നത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ ഓൾറെഡി പഠിച്ചതാണ്. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്ന് പറയാൻ നേരത്ത്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഇത് എന്ത് ചെയ്യാം? ജസ്റ്റ് എവിടേക്കാണ് സൈൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യമാണ്. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ്. അപ്പൊ ഇമേജ് കിട്ടുന്ന നമുക്ക് എപ്പോഴും എന്താണ്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ +20 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമേജ് എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ -60 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇത് -60 സെന്റിമീറ്റർ, ഇവിടെ -60 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ എഴുതണേനും u is equal to -60 സെന്റിമീറ്റർ, v is equal to 20 സെന്റിമീറ്റർ, +20 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് യുവും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യാം? എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ട? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലം u ആയിക്കോട്ടെ, v ആയിക്കോട്ടെ, f ആയിക്കോട്ടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലംസിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോന്നും കാര്യങ്ങളിൽ എന്ത് ചെയ്യാം? ഇട്ട് കൊടുക്കാം. നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ട. അപ്പൊ 1/f ഈസ് ഈക്വൽ ടു 1/v എന്ന് പറയാൻ നേരത്ത് 20 എന്ന് പറയാം. 1/20 മൈനസ് 1/-60. ഓക്കെ ആണോ? -60 എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഇക്വേഷനിലേക്ക് 1/f ഈസ് ഈക്വൽ ടു 1/20 മൈനസ് 1/-60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1/f ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അത് അവിടെ തന്നെ ഇടാം. ഓക്കെ, ഇത് നമുക്ക് എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നതാണ് -60. ഓക്കെ, -20 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇത് 20 ഇൻറ്റു -60 എന്ന് വരും. ഓക്കെ ആണോ? 20 ഇൻറ്റു -60 എന്ന് വരും. മൈനസും വന്നാൽ എന്താണ്? കൂട്ടിയിട്ട് അതേ ചിഹ്നം. അപ്പൊ എന്തെന്ന് വരും? ഇത് -80 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2 എന്ന് പറയാൻ നേരത്ത് 12 അല്ലേ? അപ്പൊ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയാൻ നേരത്ത് -1200 എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 1/f ഈസ് ഈക്വൽ ടു -80 ഡിവൈഡഡ് ബൈ -1200 എന്നാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണം? 1/f ആണ് കണ്ടുപിടിക്കണം. അല്ല, നമുക്ക് ഫോക്കൽ ലെങ്ത് അല്ല കണ്ടുപിടിക്കണം, എഫ് ആണ് കണ്ടുപിടിക്കണം. എഫ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അതിന്റെ എന്തെടുക്കുക? റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കാൻ നേരത്ത് നമുക്ക് എന്ത് വരും?
എഫ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഈ നെഗറ്റീവിനെ അവിടെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1200 ഡിവൈഡഡ് ബൈ 80 എന്ന് വരും. 0 ക്യാൻസൽ ആയി. 8 120 എത്ര പ്രാവശ്യം പോകും? 15 ടൈംസ് അല്ലെ സെന്റിമീറ്റർ. ഓക്കെയാണ്, 15 സെന്റിമീറ്റർ. അപ്പൊ എഫ് നമുക്ക് എന്ത് കിട്ടി? 15 സെന്റിമീറ്റർ കിട്ടി. എഫ് 15 സെന്റിമീറ്റർ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് നോക്കാം. നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് നോക്കാം. 1/f = 1/v - 1/u. ഒരു കുട്ടി ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറയുന്നത്, ഇമേജിന്റെ ഡിസ്റ്റൻസ് +20 ആണെന്ന് പറയുന്നത്. നമ്മളടുത്ത് എന്താ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/f = 1/v - 1/u എന്ന് പറയുന്നത്. ആ ഇക്വേഷനിലേക്ക് നമ്മുടെ u -60, v = 20 എന്ന് പറയുന്നുണ്ട്. ഇക്വേഷനിലേക്ക് നമ്മൾ ഡിനോട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് f എത്ര കിട്ടിയിട്ടുണ്ട്? 15 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് = 15 സെന്റിമീറ്റർ. പോസിറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത്. അപ്പൊ എന്തായിരിക്കും? ഏത് മിറർ ആയിരിക്കും? കോൺവെക്സ് മിറർ ആയിരിക്കും. ഏത് മിറർ ആയിരിക്കും? കോൺവെക്സ് മിറർ ആയിരിക്കും. ഓക്കെ ആണോ? കോൺകേവ് അല്ല, കോൺവെക്സ് മിറർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് ദ ലെൻസ് യൂസ്ഡ്. ഏത് ലെൻസ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അതിന്റെ ബി ക്വസ്റ്റിന്റെ ആൻസർ ആണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. എന്തെന്ന് എഴുതാം? കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞാൽ എഴുതാം. ഓക്കെ, ഞാൻ ഇത് ഓക്കെ, കോൺവെക്സ് ലെൻസ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എ ക്വസ്റ്റിന്റെ ആൻസർ ആണ്. എ ക്വസ്റ്റിന്റെ ആൻസർ 15 സെന്റിമീറ്റർ. ബി ക്വസ്റ്റിന്റെ ആൻസർ കോൺവെക്സ് ലെൻസ് അല്ലെ, കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതുകൂടാതെ സി ക്വസ്റ്റിന്റെ ആൻസർ. സി എന്താ ചോദിച്ചേക്കണം? സി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് പറയുമ്പോൾ ഓക്കെ, സി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്തെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഇമേജ്. ഇമേജ് എന്ന് പറയാൻ നേരത്തെ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കാടാ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് വേണം ആ സി ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത് പഠിക്കാൻ നേരത്ത് നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. വെറുതെ പഠിച്ചു വെക്കരുത്. നേച്ചർ പഠിക്കാൻ നേരത്ത് നിങ്ങൾ നോക്കി അവിടെ ചോദിച്ചിരിക്കുക വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഇമേജ്. ഇമേജിന്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇമേജിന്റെ പ്രത്യേകത, അതായത് സൈസ് ഓഫ് ദ ഇമേജും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലേ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 60 എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 60, ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20. ഓക്കെ, ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 50. ഫോക്കൽ ലെങ്ത്തിൻ്റെയും അതായത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസിൻ്റെയും കുറവാണെന്ന് പറയാം ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് 60 സെന്റിമീറ്ററും ഇമേജിന്റെ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്ററുമാണ് അല്ലെ? അതിനേലും കുറവാണെന്ന് പറയണം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇമേജ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് എവിടെ വെച്ചേക്കണം? ഇമേജ് എന്ന് പറയാൻ ബിയോണ്ട് 2f ആയിരിക്കും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിയോണ്ട് 2f ആയിരിക്കും വെച്ചിരിക്കണം. അതുകൊണ്ടിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ f ആൻഡ് 2f ആയിരിക്കും. കാരണം f എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. 15 സെന്റിമീറ്ററിനെക്കാട്ടി കൂടുതലാണെന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് നമുക്ക് എവിടെ വെച്ചേക്കണം? ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വെച്ചേക്കണം എന്ന് പറയാം? 60-ലല്ലേ? അപ്പൊ ഒബ്ജക്റ്റ് ബിയോണ്ട് 2f ആണ്. ഇമേജ് എന്ന് പറയാൻ നേരത്തെ എന്തായിരിക്കും? ബിറ്റ്വീൻ f ആൻഡ് 2f ആയിരിക്കും. ഓക്കെ ആണ്, f ആൻഡ് 2f ആയിരിക്കും. ഒബ്ജക്റ്റ് എന്ന് പറയാൻ ബിയോണ്ട് 2f ഇമേജ് എന്ന് പറയാൻ നേരത്ത് ബിറ്റ്വീൻ f ആൻഡ് 2f ആയിരിക്കും. ഓക്കെ ആണോ? ഇനി അതിന്റെ നേച്ചർ എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആണ് അല്ലെ? ഡിമിനിഷ്ഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. അതുകൂടാതെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. കാരണം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലല്ലേ ഇമേജ് കിട്ടണം. അപ്പൊ അതുകൊണ്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇക്കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏത് ഇമേജ് ആണ്, എന്താണ് അതിന്റെ പ്രത്യേകത, കാര്യങ്ങളെല്ലാം ചോദിക്കാം. ഓക്കെ, നമുക്ക് എ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇവിടെ എഴുതാം. എ ക്വസ്റ്റിന്റെ ആൻസർ 15 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് = 15 സെന്റിമീറ്റർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് ഡിറ്റർമൈൻ ദ ലെൻസ് ആണ്. ലെൻസ് ഏതാണെന്ന് ചോദിച്ചേക്കണം? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ ആണോ? കാരണം ഫോക്കൽ ലെൻസ് പോസിറ്റീവ് ആയതുകൊണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ബിറ്റ്വീൻ f ആൻഡ് 2f ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യണം? വെച്ചിട്ടുണ്ടാകണം. സ്മോൾ സൈസ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്തത് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എങ്ങനെ നമുക്ക് UV, F, HI, HO എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ സൈൻ. ഇത് നമുക്ക് സൈൻ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ സയൻസ് നിങ്ങൾക്ക് അറിയും? ഓരോ സൈൻ എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്ന് എഴുതാം.
പഠിച്ചു വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ്, ടോപ്പിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്, താഴത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്ന് എഴുതാം. യു ഇസ് ഈക്വൽ ടു എന്താണ്? യു ഇസ് ഈക്വൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 25 സെന്റിമീറ്റർ ആണ് യു എന്ന് പറയുന്നത് കൊടുത്തേക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് -25 സെന്റിമീറ്റർ ആണ്. -25 സെന്റിമീറ്റർ ആണ്. ഓക്കെ. വി എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിലല്ലേ, ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇമേജ് എന്ന് പറയുന്നത്, ഇവിടെ യും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് എന്ന് പറയുമ്പോൾ 100 ആണ്. അപ്പോൾ എന്തായിരിക്കും ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട്, റൈറ്റ് സൈഡിലായതുകൊണ്ട് എന്തായിരിക്കും പോസിറ്റീവ് ആണ്. അപ്പോൾ +100 എന്ന് വരും. +100 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഇനി നമുക്ക് അറിയേണ്ട കാര്യമാണ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ലെൻസ് ആണെന്ന് നോക്കാം. കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? അല്ലെ, കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് 20 സെന്റിമീറ്റർ ആണ്. അല്ലെ, +20 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? ഇനി നമുക്ക് അറിയേണ്ടതാണ് ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അല്ലെ, അപ്പൊ HO എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. HO എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മുകളിലേക്കല്ല പോയേക്കണം, ടോപ്പിലേക്ക് പോയതുകൊണ്ടാണ് സാർ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മുകളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും പോസിറ്റീവ്, താഴത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് ആണ്. പോസിറ്റീവ് 1 സെന്റിമീറ്റർ. ഇനി HI എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയും. ഇവിടെ ഇമേജ്, ഇതല്ല ഇമേജ് എന്ന് പറയാം. ഇത് ഒബ്ജക്റ്റ്, ഇത് ഇമേജ് എന്ന് പറയാം. ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ്, താഴത്തേക്കല്ല. അപ്പൊ -4 സെന്റിമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സിമ്പിളായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ്, ടോപ്പിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്, താഴത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ യു ഇസ് ഈക്വൽ ടു നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് -25 സെന്റിമീറ്റർ ആയിരിക്കും. വി എന്ന് പറയാൻ നേരത്തെ എന്താണ്? +100 സെന്റിമീറ്റർ ആണ്. കാരണം റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്, പോസിറ്റീവ് ആണ്. എഫ് എന്ന് പറയുന്നത് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എഫ് പോസിറ്റീവ് ആണ്, 20 സെന്റിമീറ്റർ. HIയും HO എന്ന് പറയാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്നത് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ മുകളിലേക്കാണ്, ടോപ്പിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് ചെയ്യാം, +1 സെന്റിമീറ്ററും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് -1 സെന്റിമീറ്റർ. കാരണം താഴത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് -1 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള പ്രോബ്ലംസ് വരുന്ന എല്ലാ ചോദ്യങ്ങളും, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. അതായത് സൈൻ കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഓക്കെ. ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒരു കോൺകേവ് ലെൻസ്. ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന് എന്ത് തന്നിട്ടുണ്ട്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് പവർ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ലെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും അവസാനം ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പവർ ഓഫ് ലെൻസ്. അല്ലെ, പവർ ഓഫ് ലെൻസ് എന്ന് പറയാൻ നേരത്തെ എന്താണ് ഇക്വേഷൻ? എന്താണ്? P is equal to 1/f. P is equal to 1/f. അതായത് പവർ is equal to 1/f എന്നാണ്. ഓക്കെ ആണോ? പവർ ഈസ് ഈക്വൽ ടു 1/f എന്നാണ് നമ്മൾ എന്താണ് ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു 4 മാർക്കിന്റെ ഒരു ചോദ്യമാണെങ്കിൽ ഏറ്റവും താഴെ ലാസ്റ്റത്തെ D ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ C ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാറുള്ളതാണ് പവർ ഓഫ് ദി ലെൻസ് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. കാരണം നമുക്ക് ഇവിടെ ഓൾറെഡി ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാന്ന് നോക്കണം, -25 സെന്റിമീറ്റർ ആണ്. എന്താണ്? -25 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, P is equal to 1/f എന്നാണ്. അപ്പൊ F is equal to -25 സെന്റിമീറ്റർ. അല്ലെ, F is equal to -25 സെന്റിമീറ്റർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, ഇത് നിങ്ങൾ എപ്പോഴും ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇതിന്റെ പവറിന്റെ ഇക്വേഷൻ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഞാൻ കുട്ടികളുടെ അടുത്ത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P is equal to 100/f. കാരണം നമുക്ക് പവർ എന്ന് പറയാം, നമുക്ക് സെന്റിമീറ്ററിലാണ് തന്നേക്കണത്, ഓൾറെഡി സെന്റിമീറ്ററിലാണ് തന്നേക്കണം. അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ നേരത്ത് ഇൻറ്റു ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടി വരും. അതിനേലും ബെറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ നോർമലി ചെയ്യണം P is equal to 100/f എന്ന് കൊടുക്കും. 100/f അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ P is equal to 100/f എന്ന് പറയുന്നത്, അതായത് 1/f. കാരണം ഇത് കൺവേർട്ട് ചെയ്യേണ്ട വരും, നമുക്ക് എപ്പോഴും സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു P is equal to 100/-25. ഓക്കെ ആണോ? 25 100 എത്ര പ്രാവശ്യം പോകും? 4 ടൈംസ്. അപ്പോൾ -4 ഡയോപ്റ്റർ. -4 ഡയോപ്റ്റർ, അതായത് പവറിന്റെ
യൂണിറ്റ് ആണെന്ന് പറയുന്നത് ഡയോപ്റ്റർ എന്ന് പറയാൻ നേരത്ത്. പവർ യൂണിറ്റ് ആണെന്ന് പറയാം ഡയോപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താണ് പോയിന്റിന്റെ ആൻസർ ഒക്കെ കിട്ടും. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യേണ്ട വരും. അതിനെല്ലാം ബെറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, P = 100/f എന്ന് പഠിച്ചു വെക്കാം. 100/f. അപ്പോൾ നമുക്ക് എന്താ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. P = 100/f എന്ന് പറയാൻ നേരത്ത് 100ൽ 25 എന്ന് പറയാൻ നേരത്ത് 4 ടൈംസ് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ P = 100/f. അപ്പോൾ ഫോക്കൽ ലെങ്ത്, അതായത് പവർ എന്ന് പറയുന്നത് പവർ നെഗറ്റീവ് ആവുന്നത് ഏത് ലെൻസിലാണ്? കോൺകേവ് ലെൻസിലാണ്. പവർ നെഗറ്റീവ് ആവുന്ന ഏത് ലെൻസിലാണ്? കോൺകേവ് ലെൻസിലാണ്. ക്ലിയർ ആയ? പവർ നെഗറ്റീവ് ആവുന്ന ഏത് ലെൻസിലാണ്? കോൺകേവ് ലെൻസിലാണ്. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതിന് അടുത്തൊരു ചോദ്യമാണ്, അതുപോലെ തന്നെയുള്ള വേറൊരു ചോദ്യമാണെന്ന് പറയാം. ഇത് നമുക്ക് തന്നിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. തന്നിരിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസ്. എ കോൺവെക്സ് ലെൻസ് ഹാസ് എ പവർ ഓഫ് +5d, അതായത് +5 ഡയോപ്റ്റർ എന്ന് പറഞ്ഞത്. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ ആൻഡ് മീറ്റർ. സെന്റിമീറ്ററിലും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കണം, മീറ്ററിലും കണ്ടുപിടിക്കണം എന്ന് പറയണം. ഓക്കെ, സെന്റിമീറ്ററിലും കണ്ടുപിടിക്കണം, മീറ്ററിലും കണ്ടുപിടിക്കണം. അത് നമുക്ക് മീറ്ററിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സെന്റിമീറ്ററിൽ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇക്വേഷൻ ഏതാ? P = 1/f അല്ലെ, നമ്മൾ നേരത്തെ ചെയ്തതാണ്. P = 1/f. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പവർ ആണ് തന്നിരിക്കുന്നത് അല്ലെ, കോൺവെക്സ് ലെൻസിന്റെ പവർ ആണ് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ, +d ഡയോപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് f അല്ല കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനപ്പുറത്തേക്ക് എടുക്കുക, ഇതിനിപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ എന്താ വരും? F = 1/p എന്ന് വരും. F = 1/p. F = 1/p എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ F = P കണ്ടുപിടിക്കണം നമുക്ക്. 1, അതായത് 1ന് പകരം ഞാൻ 100 ഇട്ട് കൊടുക്കാം. 100/5 എന്ന് കൊടുത്ത് 100/5. ഓക്കെയാണ്. 5ൽ 100 എത്ര പ്രാവശ്യം പോകും? 5ൽ 100 എത്ര പ്രാവശ്യം പോകും? 10ലാണെങ്കിൽ 2 അല്ലേ. അപ്പോൾ F = 20 സെന്റിമീറ്റർ എന്ന് പറയും. F = 20 സെന്റിമീറ്റർ. ഓക്കെ, ഇത് സെന്റിമീറ്റർ. മീറ്ററിലാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് തരും 20/100 ചെയ്യാം. അപ്പോൾ തരും 0.2 അല്ലെ, 0.2 മീറ്റർ എന്ന് വരും. മീറ്ററിലാകുമ്പോൾ 0.2 മീറ്റർ. സെന്റിമീറ്ററിലാകുമ്പോൾ 20 സെന്റിമീറ്റർ. അതായത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ /100 ചെയ്യാം. ഓക്കെയാണോ? ഞാനിത് ഡയറക്റ്റ് ആയിട്ട് സെന്റിമീറ്ററിലേക്ക് ചെയ്യുന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ നേരത്ത് 1/f. ഇത് നോർമലി അങ്ങനെ ചോദിക്കാറില്ല, മീറ്ററിലേക്ക് സെന്റിമീറ്ററിലേക്ക് എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തതാണ്, നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ഇമേജ് ഫോർമേഷൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയണം. എവിടേക്കാണ് അതിന്റെ പൊസിഷൻസ്? റൈറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ്, റൈറ്റ് ഡൗൺ ദ നേച്ചർ ഓഫ് ദ ഇമേജ്. ഇത് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇതിന്റെ ഇമേജ് ഫോർമേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ വരച്ച് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. കാരണം എക്സാമിന് ഒരു 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ എന്തായാലും ഇമേജ് വരക്കാനായിട്ട് വരും. അല്ലെങ്കിൽ 4 മാർക്കിന് ഒരു പ്രോബ്ലംസ് പ്ലസ് ഇത് വരക്കാനായിട്ട് കാര്യങ്ങൾ വരും. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ബിറ്റ്വീൻ F ആൻഡ് 2F. F-ന്റെയും 2F-ന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് എന്ത് വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് വെച്ചിരിക്കണം. നമുക്ക് എവിടെ ഇമേജ് കിട്ടും എന്നാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓൾറെഡി ഒരു ലൈറ്റ് റേ പാരലായിട്ട് വന്നിട്ട് ഇതിൽ കൂടെ പോയിട്ടുണ്ട്, ഫോക്കസിൽ കൂടെ പോയിട്ടുണ്ട്. ഓക്കെ, എന്തിൽ കൂടെ പോയിട്ടുണ്ട്? ഫോക്കസിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ലെൻസിന്റെ സെന്ററിൽ കൂടെ നമുക്ക് എന്ത് ഒരു ഇമേജ് വരക്കാം. ലെൻസിന്റെ സെന്ററിൽ കൂടെ നമ്മൾ എന്ത് ഒരു ഇമേജ് വരക്കാം. അത് രണ്ടും കൂടി വരച്ച് കഴിയുമ്പോൾ എനിക്ക് ഇമേജ്, അതായത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയാൻ നേരത്ത് ബിയോണ്ട് 2F ആണ്. അവിടെ ബിയോണ്ട് 2F അല്ലെ. അപ്പോൾ ബിറ്റ്വീൻ F ആൻഡ് 2F വെച്ചപ്പോൾ എനിക്ക് എന്ത് ബിയോണ്ട് 2F. സാർ നേരത്തെ ഒരു പ്രോബ്ലം പറഞ്ഞപ്പോൾ ഞാൻ ഓരോ പൊസിഷൻ വെച്ചിട്ട് പറഞ്ഞതാണ് അല്ലെ. അറ്റ് ഇൻഫിനിറ്റി വെക്കുമ്പോൾ നമുക്ക് എവിടെ കിട്ടും? ഫോക്കസിൽ കിട്ടും അല്ലെ. അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഫോക്കസിൽ ഇമേജ് കിട്ടും. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാം, അറ്റ് ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇൻഫിനിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ഇമേജ് കിട്ടും. ക്ലിയർ ആയ? അപ്പോൾ ബാക്കും ആ 2 കാര്യങ്ങളായി. ഇനി അത് കഴിഞ്ഞിട്ട് ബിയോണ്ട് 2F വെക്കുമ്പോൾ ബിറ്റ്വീൻ F ആൻഡ് 2F വെക്കും. അതായത് ബിയോണ്ട് 2F നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2F കിട്ടും. അത് കഴിഞ്ഞിട്ട് ബിറ്റ്വീൻ F ആൻഡ് 2F വെക്കുമ്പോൾ ഇപ്പോൾ ഈ കേസിൽ ബിറ്റ്വീൻ F ആൻഡ് 2F-ന്റെ ഇടയിലായിട്ടാണ് നമുക്ക് എന്താണ് ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്ന നേരത്തെ എന്തായിരിക്കും? ബിയോണ്ട് 2F ആയിരിക്കും. അറ്റ് F-ൽ അല്ലെ, അറ്റ് F വെക്കാൻ നേരത്തെ ഇൻഫിനിറ്റിയിൽ. അറ്റ് 2F വെക്കാൻ നേരത്തെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് 2F വെക്കുമ്പോൾ എവിടെ ആയിരിക്കും പിന്നെ? ഇവിടെ ആയിരിക്കും അല്ലെ. അറ്റ് 2F വെക്കുമ്പോൾ അറ്റ് 2F തന്നെ ആയിരിക്കും വരുന്നത്. സൈസ് ഓഫ് ദ ഇമേജും സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അറ്റ് 2F-ന്റെ കാര്യങ്ങൾ ഇമേജ് തന്നിട്ടുണ്ടാവില്ല, ഒരു സെന്റൻസിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും തരുന്നത്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വരച്ചപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ബിയോണ്ട് 2F ആണ് അല്ലെ. 2F-ന്റെ പുറകിലായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്? അതെ, പൊസിഷൻ എന്ന് പറയാൻ നേരത്തെ എന്തായിരിക്കും? പൊസിഷൻ എന്ന് പറയുമ്പോൾ
ബിയോണ്ട് 2f അല്ലേ, ബിയോണ്ട് 2f പുറകിലായിട്ട്. ഓക്കെ, ബിയോണ്ട് 2f എന്ന് പറയാം നമുക്ക്, ബിയോണ്ട് 2f. ഓക്കെ, ബിയോണ്ട് 2f. ഇനി ഇമേജ് ഫോംഡ് അത് നമ്മൾ എഴുതി അല്ലെ, ബിയോണ്ട് 2f. അതുകൊണ്ട് റൈറ്റ് ഡൗൺ ദ നേച്ചർ ഓഫ് ദ ഇമേജ്. നേച്ചർ ഓഫ് ദ ഇമേജ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എന്തൊക്കെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലെ, ഓപ്പോസൈഡിലല്ലേ കിട്ടിയ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലെ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സൈസ് ഓഫ് ദ ഇമേജ് എന്തായിരിക്കും? ഒബ്ജക്റ്റിനേലും, കാരണം ഒബ്ജക്റ്റിനേലും ഇമേജിന്റെ സൈസ് എന്താണ്? വലുതാണ്. സൈസ് എന്താ? എൻ ലാർജ് എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ലാർജ് എന്ന് പറയുന്നത്. ലാർജ് എന്ന് പറയുന്നത് ലാർജ് ആണ്. അതുപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ബിയോണ്ട് 2f ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ്. രണ്ടാമത്തത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ ലാർജ് ഇമേജ് ആണ്, അതായത് ഒബ്ജക്റ്റിനേലും വലുതാണെന്ന് പറഞ്ഞ ഇമേജിന്റെ സൈസ് എന്ന് പറയാൻ നേരത്ത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനി ഏറ്റവും ലാസ്റ്റത്തെ ചോദ്യമാണെന്ന് പറഞ്ഞാൽ ഇതും ഒരു പ്രോബ്ലമാറ്റിക് ചോദ്യമാണ്. ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. തന്നിരിക്കുന്നത് ഇത്രയോളം. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 10 സെന്റിമീറ്റർ. വളരെ ചെറുതായിട്ട് ഫോക്കൽ ലെങ്ത് എന്ന് പറയാൻ നേരത്ത് 10 സെന്റിമീറ്റർ ആണ്. എ ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റ് ഈസ് ലൊക്കേറ്റഡ് 15 സെന്റിമീറ്റർ എന്നാണ്ടത്, സെന്റിമീറ്റർ, cm എന്നാണ്, em എന്നാണ് കിടക്കുന്ന, സെന്റിമീറ്റർ ഫ്രം ദി ലെൻസ്. കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ ഷുഡ് ബി ലൊക്കേറ്റഡ് ടു ഒബ്റ്റെയിൻ ആൻ ക്ലിയർ ഇമേജ്. അപ്പൊ ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ട. ആൻഡ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എഴുതണേ ഒബ്ജക്റ്റ് എന്ന് പറയാൻ നേരത്ത് യു, എഫ് തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ, യു ഈസ് ഈക്വൽ ടു -15 സെന്റിമീറ്റർ, അല്ലെ, -15 സെന്റിമീറ്റർ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയാൻ നേരത്ത് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u അല്ലെ, 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ആ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യണം? യു തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ 1/vനെ ഞാൻ അവിടെ നിർത്തിയിട്ട് 1/uവിനെയും ആ നെഗറ്റീവ്, അതായത് ഇതിന്റെ ഒപ്പമുള്ള ഈ രണ്ട് കാര്യത്തിന് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണേ. ഓക്കെ ആണ്. അപ്പൊ ഞാൻ എനിക്ക് എന്തെന്ന് എഴുതാം? ഞാൻ എങ്ങനെ എഴുതണം? ഒന്ന് കറക്റ്റ് ആക്കി എഴുതണം. 1/v ഈസ് ഈക്വൽ ടു 1/f, നെഗറ്റീവ് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് 1/u എന്നാവും. 1/f പ്ലസ് 1/u എന്നാവും. ഓക്കെ ആണോ? യു. ഓക്കെ, വി ഒക്കെ ഒരേപോലെ ഇരിക്കണം. ഇന്നൊരു യു. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ആദ്യം ചെയ്യാം? 1/v ഇസ് ഈക്വൽ ടു 1/f എന്ന് പറയുന്ന നേരത്ത് അല്ലെ 10, 1/10 പ്ലസ് 1/-15. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, 1/v ഈസ് ഈക്വൽ ടു 1/10 പ്ലസ് 1/15 എന്ന് വരും. ഓക്കെ ആണോ? ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് എങ്ങനെ വരും നോക്കാം. 1/v ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നിടത്ത് -15, അടുക്കിടക്കുന്ന പ്ലസ് 10 × 1 10 അല്ലെ, 10 ഡിവൈഡഡ് ബൈ 10 × 15. 10 × 15 എന്ന് പറയാൻ നേരത്ത് 150 അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് 150 വരും. -150 വരും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അത് കുറച്ചിട്ട് ചെയ്താൽ വലുതിന്ന് ചെറുത് കുറക്കുക. വലുതിന്ന് 15 10 കുറച്ചാൽ 5 അല്ലെ. വലുതിന്റെ ചിഹ്നം എന്ന് പറയാൻ -5 ഡിവൈഡഡ് ബൈ -150 വരും. ഈ നെഗറ്റീവ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 5 ഡിവൈഡ് ബൈ 150 വരും. നമുക്ക് വി എൽ കണ്ടുപിടിക്കണ്ട അല്ലെ. വി ഈസ് ഈക്വൽ ടു വി എൽ കണ്ടുപിടിക്കണം. അപ്പൊ വി ഈസ് ഈക്വൽ ടു നമ്മൾ റെസിപ്രോക്കൽ എടുക്കാം. 1/v എന്ന് പറയുന്ന കാര്യത്തിന് പകരം റെസിപ്രോക്കൽ എടുക്കാൻ നേരത്ത് 150 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 5ല് 15 എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് അല്ലെ. എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ്. നമുക്ക് ആൻസർ എത്ര കിട്ടി? 30. അപ്പൊ വി ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? വി ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ. നമുക്ക് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് 15 സെന്റിമീറ്റർ. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം? ഇമേജ് ഡിസ്റ്റൻസ്, അതായത് വി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. നമ്മൾ ഇക്വേഷൻ എഴുതി 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. നമുക്ക് 1/v ആണ് കണ്ടുപിടിക്കണം. അപ്പൊ അത് അവിടെ നിർത്തിയിട്ട്
ബാക്കിയുള്ള കാര്യത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാൻ നേരത്ത് 1/f + 1/u എന്ന് വരും. ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് v=30 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ ആണ്. അപ്പോൾ ക്വസ്റ്റിന് ആൻസർ കിട്ടി. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് 1.2 സെന്റിമീറ്റർ അല്ലെ, വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ ദ സ്ക്രീൻ. നമ്മളടുത്ത് പറഞ്ഞിരിക്കണം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദി ഇമേജ്, നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? ഇമേജ് അല്ല കണ്ടുപിടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതണേ. ഓക്കെ, m = എന്തായിരുന്നു ഇക്വേഷൻ, എന്തായിരുന്നു v/u, അതുപോലെ തന്നെ hi/ho. ഈ രണ്ട് ഇക്വേഷനാണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. m = v/u. v എന്ന് പറയാൻ നേരത്ത് ഇമേജിന്റെ ഡിസ്റ്റൻസ്, u എന്ന് പറയാൻ നേരത്ത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, hi എന്ന് പറയാൻ നേരത്ത് ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ho എന്ന് പറയാൻ നേരത്ത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഞാൻ ആദ്യം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, കാരണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഈ hi എന്ന് പറയുന്ന കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണം, അത് m = മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. m = v/u അല്ലേ. v എന്ന് പറയാൻ നേരത്ത് ഞാൻ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു, 30/u എന്ന് പറയുമ്പോൾ, u എന്ന് പറയാൻ നേരത്ത് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. u എന്ന് പറയുമ്പോൾ -15 അല്ലെ, -15 ആണ്. -15. ഓക്കെ, 15ൽ 30 എത്ര പ്രാവശ്യം പോകും, 2 പ്രാവശ്യം പോകും അല്ലെ. അപ്പൊ ആൻസർ എത്ര, -2 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ മാഗ്നിഫിക്കേഷൻ = -2 സെന്റിമീറ്റർ എന്നായി. ഓക്കെ ആണോ? അപ്പൊ മാഗ്നിഫിക്കേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയാൻ നേരത്ത് രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ഒന്നും കൂടി ചെയ്യാം. m = hi/ho അല്ലെ, hi/ho. ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് അല്ലെ കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതേ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് = 1.2 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിച്ച്. അപ്പൊ എത്രയാണ്, -2 hi/ho. അപ്പൊ നമുക്ക് ho തന്നിട്ടുണ്ട്. ഞാൻ ഈ ho ഇപ്പുറത്തേക്ക് എടുക്കണേ. അപ്പൊ എന്ത് വരും, -2 × 1.2 അല്ലെ, 1.2 അല്ലെ, അതന്നെ 1.2 = hi എന്ന് പറഞ്ഞ സാധനം കിട്ടും. hi അതായത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കിട്ടും. 2 × 1.2 എന്ന് പറയാൻ നേരത്തെ എത്ര വരും, 2.4 എന്ന് വരും. 2.4 അതായത് -2.4 ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എത്ര കിട്ടി, -2.4 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ വളരെ കുറഞ്ഞ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതിനപ്പുറം ഉള്ള ചോദ്യങ്ങളും കൂടി എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ.